ആശ്വാസ് പദ്ധതിയുടെ പദ്ധതിയിൽ അംഗമായ അഴിയൂർ പഞ്ചായത്തിലെ അഴിയൂർ ചുങ്കം മുക്കാളി യൂണിറ്റുകളിൽ നിന്ന് വിട പറഞ്ഞ രണ്ട് വ്യാപാരികളുടെ കുടുംബങ്ങൾക്കുള്ള ആശ്വാസ് പദ്ധതിയുടെ ധനസഹായ വിതരണമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ഈ പദ്ധതി ചരിത്രത്തിൽ ഇടം പിടിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ പരിപാടിയുടെ പ്രചരണവുമായി പലരെയും സമീപിക്കുമ്പോൾ വളരെയേറെ ആകാംക്ഷയോടുകൂടിയിട്ടാണ് അവരൊക്കെയും ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും ലളിതമായ രീതിയിൽ ഇത്രയും വലിയ ഒരു ധനസഹായം നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നതെന്ന ആശ്ചര്യത്തോടു കൂടിയാണ് വിവിധ സംഘടനയുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഈ പദ്ധതിയിൽ അംഗമായ 73ഓളം ആളുകൾക്കാണ് ഇന്നത്തതോടുകൂടി 10 ലക്ഷം രൂപ വീതം നമ്മൾ ധനസഹായം നൽകുന്നത്. എന്ന് പറഞ്ഞാൽ 7,30,00,000 രൂപയിലേക്ക് നമ്മുടെ ഈ പദ്ധതി അഭിമാനകരമായ രീതിയിൽ വളർന്നു കഴിഞ്ഞു. നമ്മുടെ പ്രസിഡന്റ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുമ്പ് വ്യാപാരികൾ വർഷങ്ങളോളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുകയും അതുപോലെ തന്നെ നാട്ടിലെ സർവ്വവിധ പ്രവർത്തനങ്ങൾക്കും പരിപാടികൾക്കുമൊക്കെ സംഭാവന നൽകുകയും നാടിന്റെ നട്ടെല്ലായി നിൽക്കുകയും ചെയ്യുന്ന വ്യാപാരികൾ വിട പറഞ്ഞു കഴിഞ്ഞാൽ സഹപ്രവർത്തകരുടെ ഔപചാരികമായ അനുശോചനം എന്നതിലപ്പുറത്തേക്ക് ഇനി സർക്കാരിന്റെ ക്ഷേമനിധിയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ സഹായത്തിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യുവാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. ദീർഘകാലത്തെ കച്ചവടത്തിന് ശേഷം ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന വ്യാപാരികളാണ് ഭൂരിഭാഗവുമെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ വിശിഷ്യ സമകാലീന സാഹചര്യത്തിൽ സർക്കാരിന്റെ പിന്തിരിപ്പൻ നയങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരങ്ങളുമൊക്കെ ചെറുകിട വ്യാപാര മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സത്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ സമയത്താണ് നമ്മൾ ഇത്തരം ഒരു വലിയൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. ഈ പദ്ധതിയുടെ വിജയം എന്ന് പറയുന്നത് വ്യാപാരികൾ തന്നെയാണ്. കാരണം ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. പലരും ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ 10 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത്? അത് പറഞ്ഞു കൊടുത്തപ്പോ വളരെ അത്ഭുതത്തോടു കൂടിയാണ് അവര് അതിനെ സമീപിക്കുന്നത്. കച്ചവടക്കാരല്ലാത്ത ആളുകൾ പോലും ഞങ്ങൾ ഈ പദ്ധതിയിൽ അംഗമാക്കുമോ എന്ന് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വ്യാപാരികളുടെ ഈ ഒരു കൂട്ടായ്മ, ഈ ഐക്യവും ഭദ്രതയും അവരെല്ലാവരും അംഗീകരിച്ചു എന്നുള്ളതാണ് സത്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന അഴിയൂർ പഞ്ചായത്തിന്റെ വ്യാപാരികളെ സംബന്ധിച്ചോളം ആദരണീയനും ഗുരുതുല്യനുമായ PK രാമേന്ദ്രൻ അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന വ്യാപാരികളുടെ ഏത് പരിപാടിക്ക് ക്ഷണിച്ചു കഴിഞ്ഞാലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മളോടൊപ്പം എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന, മാത്രമല്ല വ്യാപാരികളുടെ ഏത് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാലും അത് ഉൾക്കൊണ്ടുകൊണ്ട് പരിഹാരം നമുക്ക് കാണിച്ചു തരുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ആയിഷ ഉമർ അവറുകളെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ആശ്വാസ് പദ്ധതിയെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും വലിയൊരു പദ്ധതി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വ്യാപാരി
വ്യവസായ ഏകോപന സമിതിയുടെ കോഴിക്കോട് ജില്ലയുടെ അമരക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ AVM കബീർ കെ ആണ്. കബീർ കെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സീനിയർ വൈസ് പ്രസിഡന്റ് M അബ്ദുൽസലാം അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് P അബ്ദുൽ ഖാദർ അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരീഷ് ജയരാജ് മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ ആശംസയർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളെയും വ്യാപാരി നേതാക്കന്മാരെയും വ്യാപാരികളെയും നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി PK രാമചന്ദ്രൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിഷ ഉമ്മർ അവർകളാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തുന്നത് നമ്മുടെ നിഷ പുത്തമ്പലയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്താണ്. ഈ പദ്ധതിയെപ്പറ്റി വിശദീകരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ ഉള്ളതായ അംഗങ്ങൾക്ക് സംഖ്യ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതായ AVM കബീർ അവർകൾ തുടങ്ങിയ ആളുകളുടെ സമ്മതപ്രകാരം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആയിഷ ഉമ്മർ അവർകളെ ക്ഷണിക്കുന്നു. വ്യാപാരി സമൂഹത്തിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ആശ്വാസ് പദ്ധതിയുടെ സാമ്പത്തിക സഹായ വിതരണത്തിന്റെ വേദിയിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കറിയാം, വ്യാപാരികൾ എന്ന് പറയുന്നത് നാടിന്റെ നട്ടെല്ലാണ്. അവരാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി തരുന്നത്. അവരൊരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അത്തരം സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ പുരാതന കാലം മുതൽ തന്നെ ഈ കച്ചവടക്കാർ എന്ന് പറയുന്നത് എല്ലാ പ്രദേശത്തും ഓരോ സൗകര്യത്തിനനുസരിച്ച് കച്ചവടങ്ങൾ ചെയ്ത് അവരുടെ കുടുംബം നോക്കുന്ന വരുമാനദായക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഓരോരുത്തരും. അവരുടെ ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് തൻ്റെ കുടുംബത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആരോടും പ്രയാസങ്ങൾ പറയാതെ രാവിലെ മുതൽ രാത്രി വരെ കച്ചവടം ചെയ്തുകൊണ്ട് തൻ്റെ കുടുംബത്തെ പോറ്റുക, ഒപ്പം സമൂഹത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി മുന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വ്യാപാരികൾ അല്ലെങ്കിൽ വ്യാപാരി സംഘടന എന്ന് പറയുന്നത്. ഈ ഒരു കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ആശ്വാസ് എന്ന ഒരു പദ്ധതിയുടെ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പരിപാടിയാണിത്. വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിന്റെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ഈ സംഘടനയിൽ അംഗമാകുന്ന ഓരോ വ്യാപാരിയിൽ നിന്നും ഒരു കുടുംബത്തിന് സഹായം ലഭിക്കുന്നതിന് വേണ്ടി വെറും 50 രൂപ മാത്രം വാങ്ങിച്ചുകൊണ്ട് 10 ലക്ഷം രൂപ ഒരു കുടുംബത്തെ സഹായിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ്. എവിടെയും കാണാത്തൊരു പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ള സംഘടനകൾക്കൊരു മാതൃകയാണ്, ആ ഒരു കാര്യത്തിലും സംശയമില്ല. എന്തായാലും നമുക്കറിയാം, ഈ 10 ലക്ഷം കൊണ്ട് ആ കുടുംബത്തിന്
വലിയൊരു സഹായം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വരുമാനം കൊണ്ടുവരുന്ന കുടുംബനാഥൻ മരണപ്പെട്ടു പോയി. പക്ഷെ ഒരു 10 ലക്ഷം രൂപ ഒന്നിച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്, അവരുടെ ഒരു ഭാഗ്യം എന്ന് പറയാം. പക്ഷെ അവർ ചോദിക്കും, ഞങ്ങളുടെ കുടുംബനാഥൻ മരണപ്പെട്ടു, എന്നിട്ട് ഇത് കെട്ടിയിട്ട് എന്താണ് എന്ന്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണം ആർക്കും സംഭവിക്കാം. ആ സംഭവിച്ച കുടുംബത്തിനെ ഒരു സമാശ്വസിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ആ ഒരു 10 ലക്ഷം രൂപ തരുന്നത്. നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ചു 50 രൂപയാണ് അവരുടെ. ഞാനൊരു പരിപാടിയിൽ, മുക്കാളിയിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് പറഞ്ഞത് എന്റെ മനസ്സിൽ തട്ടിയത്. ഓരോ വ്യക്തിയും 500 രൂപ അവരുടെ അക്കൗണ്ടിൽ ഇടുകയും അതിൽ നിന്ന് ഓരോ വ്യക്തിയും മരണപ്പെടുമ്പോൾ, വ്യാപാരി സുഹൃത്തുക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കക്ഷിയുടെ അക്കൗണ്ടിൽ നിന്ന് 50 രൂപ മാത്രമേ പോകുന്നുള്ളൂ. ഉടനെ തന്നെ ആ ഓരോ വ്യാപാരി സുഹൃത്തുക്കളും തന്റെ അക്കൗണ്ടിലേക്ക് 50 രൂപ വീണ്ടും നിക്ഷേപിച്ചുകൊണ്ട് 500 രൂപ അവിടെ സ്ഥിരം അക്കൗണ്ടിലേക്ക് വരുത്തുകയും ചെയ്യുന്ന വളരെ ചെറിയ തോതിലുള്ള എങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാളെയും വിഷമിപ്പിക്കാതെ ഒരു കുടുംബത്തിന് ഒരു 10 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ തന്റെ വിഹിതമായ 50 എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിന് 50 ലക്ഷം എന്നുള്ള ഒരു വില തന്നെയാണ് നമ്മൾ അതിന് കണക്കാക്കേണ്ടത്. ആ ഒരു രീതിയിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി, വ്യാപാരി വ്യവസായ സമിതി ഏകോപന സമിതിയുടെ നേതാക്കൾ, ഇതിന്റെ ഭാരവാഹികൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി, ഒരു നല്ല ദീർഘവീക്ഷണത്തോടുകൂടി ഞങ്ങൾക്കിത് നടപ്പിലാക്കണം, ഇത് ഞങ്ങളുടെ ഒരു കർത്തവ്യമാണ് എന്നുള്ള രീതിയിൽ ഇത് ഏറ്റെടുത്ത് നടത്തിയതിനെ പഞ്ചായത്തിന്റെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇപ്പം 7,30 ലക്ഷം രൂപ ഇവർ ഒരു വർഷം കൊണ്ട് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്ന് കൊടുക്കുന്ന 2 ആളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 7,30 ലക്ഷം എന്ന് പറയുന്നത്. നമ്മളെ വലിയൊരു സംഭവം തന്നെയാണ് ഈ ഒരു രംഗത്ത് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആശ്വാസ പദ്ധതി, അതായത് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി, ഇത് തുടങ്ങിയിട്ട് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വർഷം ഒരു 5 മാസം ആയി ഇത് ഞങ്ങൾ തുടങ്ങിയിട്ട്. ഇതിൽ 92 പേര് ഇപ്പോൾ മരണമടഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 73ാമത്തെ 2 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 73ാമത്തെ അംഗമാണ്. അതായത് 7,30 ലക്ഷം രൂപ. ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർ കൂടുതൽ കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലയിലും ഈ ആശ്വാസ പദ്ധതിൻ്റെ മറ്റൊരു പേരിൽ പല ജില്ലകളിൽ നടത്തുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയാണ്. കാരണം 26,000-ൽ പരം അംഗങ്ങളായി ഇതിൽ ഉണ്ട്, ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഇതിൻ്റെ പുറമെ പുതുതായിട്ട് ഈ ഏപ്രിൽ മാസം തുടങ്ങിയിട്ട് ഞങ്ങൾ പുതുതായിട്ട് ചേർക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അന്ന് ഇതിലെല്ലാം ആരും വിട്ടുപോകാണ്ട് എല്ലാവരും ചേരണം. കാരണം ഒരു 50 രൂപ കൊണ്ടാണ് ഈ 10 ലക്ഷം സ്വരൂപിച്ച് ഒരു പാവപ്പെട്ട കുടുംബത്തിലേക്ക് എത്തിച്ചേരുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. കാരണം വ്യാപാരി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കൊല്ലവും ഇവിടെ ഭയങ്കര ദുരിതങ്ങളാണ് ഉണ്ടാകുന്നത്. എന്തെല്ലാം വന്നു കഴിഞ്ഞു പോയി. ഇതിലൊന്നും മാറി മാറി വരുന്ന സർക്കാർ പോലും ഒരു 10 രൂപൻ്റെ പാക്കേജ് പോലും നമ്മളെ കച്ചവട ഈ വ്യാപാരി സമൂഹത്തിന് കിട്ടുന്നില്ല. അതിൻ്റെ എല്ലാം അടിസ്ഥാനമാക്കി കേരളത്തിൽ ഉടനീളം സംസ്ഥാനത്തുള്ള ജില്ലയിലും എല്ലാം ഒത്തുകൂടിയിട്ട് ഒരു സംഘടന, ഒരു കാരുണ്യ പ്രവർത്തനം, അതായത് കച്ചവടക്കാർക്ക് താങ്ങായി തണലായിട്ട് കച്ചവടക്കാർ മാത്രമേ ഉള്ള വിശ്വാസത്തോടു കൂടി ഒരു പദ്ധതി ഉണ്ടാക്കി. അതിലൊരു പദ്ധതിയാണ് ആശ്വാസ പദ്ധതി. കോഴിക്കോട് ജില്ലയിൽ വന്നത്. പല ദുരിതങ്ങളും ഉണ്ടായിട്ട് എന്തെല്ലാം കഷ്ടപ്പാടുകൾ, 10, 40, 50 കൊല്ലം കച്ചവടം ചെയ്തിട്ട് അവൻ അവസാന കാലഘട്ടം നോക്കുമ്പോൾ കംപ്ലീറ്റ് കടത്തിലാണ്. വീട് ജപ്തി ചെയ്തിട്ടുണ്ടാവും, ബാങ്കിൻ്റെ നോട്ടീസ്, പണയം വെച്ചിട്ട് ഇൻട്രസ്റ്റ് വകയിൽ കൊടുക്കുവാനുള്ളത്. ആ സമയത്താണ് ഞങ്ങൾ പല 73 പേര്
മരണമടഞ്ഞു. അതിൽ മിക്കവാറും ഒരു 90% പോലും വളരെ ദാരിദ്ര്യം കൊണ്ട് കടക്കണിലായ കച്ചവടക്കാരാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഞാൻ നമ്മുടെ വൈസ് പ്രസിഡന്റ് സലാംക്കെല്ലാം ഇതിനെപ്പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ വളരെ ദയനീയാവസ്ഥയാണ്, ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം ഈ 10 ലക്ഷം രൂപ ഇവിടെ ഫസ്റ്റ് ഈ തുടക്കം കുറിച്ചത് മന്ത്രി റിയാസ്, അദ്ദേഹം പറഞ്ഞു അന്ന് നമ്മളെ വേദിയിൽ വെച്ചിട്ട് ഒരു സർക്കാരിന് പോലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സംഭവമാണ് നിങ്ങൾ നടത്തുന്നത്. അത് തന്നെയാണ് ഇപ്പം എവിടെ വെച്ച് നോക്കിയാലും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന ആശ്വാസ് പദ്ധതി 10 ലക്ഷം കുടുംബ സുരക്ഷാ പദ്ധതി, അത് നിങ്ങൾക്ക് നല്ല പണമായിട്ട് അത് നിങ്ങളെ അക്കൗണ്ടിൽ വന്ന് ചേരുകയാണ്. ഈ പദ്ധതിയിൽ ചേരുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എത്ര തന്നെ സംഭാവനയായി ഇതിലേക്ക് കൊടുത്താലും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉറുപ്പിക നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു വരില്ല. അതാദ്യം മനസ്സിലാക്കുക. കോഴിക്കോട് ജില്ലയിലെ ഒരു 25,400 ചില്ലാണം ആളുകൾ അവർ കൂട്ടമായി ഇരുന്നു കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ ആശ്വാസ് പദ്ധതി, ആ കൂട്ടത്തിൽ ഒരാൾ മരണമടഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്, നമ്മുടെ ബാങ്കിൽ നിന്ന് ഒരു 50 ഉറുപ്പിക ആ കുടുംബത്തിന് പോകുന്ന പദ്ധതി. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ജില്ലയിലെ വ്യാപാരി സമൂഹം നെഞ്ചിലേറ്റിയിരിക്കുക. കബീർക്ക് ഇവിടെ സൂചിപ്പിച്ചു, 92 പേര് ഇതുവരെ മരണമടഞ്ഞു. പദ്ധതി തുടങ്ങിയിട്ട് 1 കൊല്ലവും 7 മാസവും എന്ന് പറഞ്ഞാൽ 19 മാസം. 19 മാസം 92 പേര്. ശരാശരി മരണം ഒരു മാസം 5 പേര് എന്ന് പറഞ്ഞാൽ പദ്ധതിയിൽ ചേർന്ന ആളുകള് ഓരോ മാസവും ഒരു 250 രൂപ ഈ പദ്ധതിക്ക് മാറ്റിവെക്കാൻ തയ്യാറാവണം. അങ്ങനെയുള്ള ആളുകളെ, ചേരാനിരിക്കുന്ന ആളുകൾ ഇതിൽ ചേരാൻ പാടില്ല. കബീർക്കോട് പറഞ്ഞത്, ഞങ്ങൾ പരിശോധിച്ചപ്പോ മരണപ്പെട്ടതിലെ 60% ആളുകൾ 50 വയസ്സിന് താഴെയുള്ള ആളുകൾ. ഇനി എങ്ങനെ തന്നെ കണക്കൂട്ടിയാലും നമ്മുടെ കുടുംബത്തിന് കിട്ടുന്ന ഒരു ലാഭ കച്ചവടം, ഒരു 30 വയസ്സുള്ള പ്രായമുള്ള ഒരാള് ഈ പദ്ധതിയിൽ ചേർന്നാൽ ഈ കണക്ക് പ്രകാരം ഒരു കൊല്ലത്തേക്ക് ഒരു 3000 ഉറുപ്പിക സംഭാവന, 10 കൊല്ലം സംഭാവന ചെയ്താൽ 30,000 ഉറുപ്പിക. 30 കൊല്ലം ചെയ്താലോ 1,00,000 ഉറുപ്പിക. അപ്പൊ എങ്ങനെയായാലും ദാമാരട്ട മരിച്ചു കഴിഞ്ഞാൽ ഒരു ലാഭം. കാരണം പലയിടം കണക്ക് എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ ഒരു കുറെ കാലം ഈ പദ്ധതിയിൽ പൈസ വെച്ചു, പിന്നെ വെക്കാൻ പറ്റിയില്ല, എന്റെ പൈസ തിരിച്ചു കിട്ടുമെന്ന്. നമ്മൾ ക്ഷേമനിധിയിൽ ചേർന്നാൽ മതി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ലോകത്ത് ആരും സംഭാവന തിരിച്ചു കൊടുക്കാറില്ല, ഇതൊരു സംഭാവനയാ. എന്റെ കൂട്ടങ്ങളിൽ ഒരാൾ മരിച്ചാൽ ആ കുടുംബത്തിന് എന്റെ വക 50 ഉറുപ്പിക. ഞാനിതിന്റെ സംഘാടകരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ പരിപാടി നടത്തുന്നത്? വളരെ ലളിതമാണ്. ഒരു മരണപ്പെട്ടിരിക്കുന്ന ആൾക്ക് 50 രൂപയാണ് അടക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര തന്നെ പരിശോധിച്ചാലും, എത്ര തന്നെ ക്ഷേമ പദ്ധതികൾ പരിശോധിച്ചാലും ഇത്തരത്തിലൊന്നും കാണാൻ വേണ്ടി സാധിക്കില്ല. വളരെ ലളിതമായി ആ മരണപ്പെടുന്ന വ്യാപാരിയെ സഹായിക്കാൻ ഒരു 50 ഉറുപ്പിക ചെലവിടുക എന്ന് പറഞ്ഞാൽ എത്ര ലളിതമാണ്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് പോലും ഈ ആനുകൂല്യം കിട്ടുന്നില്ല. ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ വളരെ അവിടെ ഇരിക്കുന്ന ക്ഷേമനിധിന് വലിയ പൈസ അടച്ചാൽ മാത്രമേ 10 ലക്ഷം രൂപ അനുവദിക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ ഇവിടെ വ്യാപാരിക്ക് ഈ വ്യാപാരി സംഘം, കോഴിക്കോട് ജില്ലാ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു മരണപ്പെടുന്നത് നമ്മൾ പറയുന്നില്ല. പക്ഷെ എങ്കിലും
മാനപ്പുഴ 10 ലക്ഷം ലഭിക്കുക എന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന ഈ അയ്യൂർ പഞ്ചായത്തിലും വളരെ അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതിൻ്റെ അയ്യൂർ പഞ്ചായത്തിൻ്റെ സംഘടനയുടെ ഒരു കാലത്ത് പ്രസിഡന്റായിരുന്നു. ഇന്ന് ആ നല്ല രീതിയിലെ പ്രവർത്തനങ്ങൾ ഇന്നും സംഘടന കാഴ്ചവെക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. എൻ്റെ വിദ്യാഭ്യാസകാലം ഇവിടെ അഴിയൂർ ഹൈസ്കൂളായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് പ്രദേശവുമായി നിരന്തരമായ ബന്ധങ്ങളുണ്ട്. അങ്ങനെ പഠിക്കുന്ന കാലത്തുള്ള ഒരു സഹപാഠിയായിരുന്നു ഇന്ന് ആശ്വാസദാനം വാങ്ങിയ പ്രേമൻ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇതുവഴി എപ്പോഴും കടന്നു പോകുമ്പോഴും പ്രേമൻ്റെ ചെറിയ പച്ചക്കറി കട അവിടെ കണ്ടാലും പഴയ സഹപാഠി എന്ന നിലയിൽ അദ്ദേഹത്തോട് 2 കുശലം പറഞ്ഞ് കുറച്ച് പച്ചക്കറിയും വാങ്ങി പോകുന്നൊരു പതിവ് എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രേമൻ്റെ മരണം പോലും ഞാൻ വൈകിയാണ് അറിയാൻ കഴിഞ്ഞത്. ശ്രീമാൻ സാലി പിന്നെ ഏതോ ഒരു ദിവസം പറഞ്ഞപ്പോൾ എങ്കിലും ഇങ്ങനൊരു ആശ്വാസ പദ്ധതി എൻ്റെ പ്രിയ സഹോദരൻ, എൻ്റെ പ്രിയ സുഹൃത്തിന് കിട്ടിയതിലുള്ള സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. വ്യാപാര സമൂഹം ഇന്ന് നേട്ടങ്ങളുടെ പട്ടികയിലാണ് കേരളത്തിൽ. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണ് വ്യാപാരികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇത്ര ഊർജ്ജസ്വലമാക്കുന്നത്. ഞാനും പോണ്ടിച്ചേരി സംസ്ഥാനത്തിൽ വ്യാപാര സമൂഹത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പോണ്ടിച്ചേരിയുടെ ഭാഗമായ കാരിക്കാലും യാനത്തെല്ലാം പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കേരളത്തെ കവച്ചു വെക്കാനുള്ള പ്രവർത്തനം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങൾക്കുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്ത്യയിലെ വ്യാപാര സമൂഹത്തിന് അഭിനന്ദനാർഹമായ നേട്ടങ്ങളാണ് കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷപൂർവ്വം ശ്രീമാൻ ടി നസറുദ്ദീൻ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തെ ഞാൻ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഫോഴ്സാണ് വ്യാപാര സമൂഹം. ഈ വ്യാപാരികൾ അവർ കച്ചവടം ചെയ്യുന്നു, അവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടി, കരുപ്പിടിപ്പിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്നു, പീടിക തുറക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ വസ്തുത. നമ്മുടെ നാടിൻ്റെ സ്പന്ദനം ഇത്തരം കച്ചവട സ്ഥാപനങ്ങളാണ്. നമുക്കറിയാം 2020 മുതൽ 2 വർഷം നമ്മൾ ഇരുട്ടിലായിരുന്നു. ഈ രാജ്യത്തെ കച്ചവട സ്ഥാപനങ്ങളോ ഈ രാജ്യത്തെ വ്യവസായ സ്ഥാപനങ്ങളോ തീവണ്ടികളോ പോലുമോ പ്രവർത്തിക്കാതിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. കോവിഡിന്റെ കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ജീവിച്ചതെന്ന് നമുക്കറിയില്ല. ഈ കച്ചവടക്കാരുടെ സാന്നിധ്യം ഒരു നാടിൻ്റെ ജീവനുറ്റ ഒരു നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ജീവസുറ്റ നിലപാട് നമുക്ക് നൽകുന്ന ഈ കച്ചവട സമൂഹത്തിൻ്റെ ഏറ്റവും മാതൃകാപരമായ ഒരു ചേർത്ത് പിടിക്കലാണ് ഈ പദ്ധതിയിലൂടെ ഇന്ന് വെളിവാക്കപ്പെടുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ 19 മാസമായിട്ട് ശ്രീ AVM കബീറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഞാൻ അദ്ദേഹത്തെ അങ്ങനെ ഒരു പൂവിട്ട് പൂജിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇത്തരത്തിലുള്ളൊരു പദ്ധതി ആർക്കും അത്ര തടിക്ക് പിടിക്കാത്ത രീതിയിൽ ഒരു വലിയ കാശ് കൊടുക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ 10 ലക്ഷം രൂപ വലിയ കാശ് തന്നെയാണ്. അതിന് ചെറുതായി കാണാൻ പറ്റില്ല. ആ 10 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് നൽകുമ്പോൾ ഒരു കച്ചവടക്കാരൻ അയാൾ നൽകുന്ന വീതം വെറും 50 രൂപ മാത്രമാണെന്ന് പറയുമ്പോൾ ഇതൊരു വലിയ പദ്ധതിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, റിലയൻസ് ഉൾപ്പെടെയുള്ള വൻകിട കമ്പനിക്കാർ വലിയ മാളുകളൊക്കെ വടകര ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ വലിയ കോർപ്പറേറ്റുകളുടെ വലിയ മാളുകൾ ഈ നാട്ടിലെ വ്യാപാരികളെ, ചെറുകിട വ്യാപാരികളെ തകർക്കുമെന്നും ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ അതുപോലുള്ള വൻകിട മാളുകൾ വടകര പട്ടണത്തിൽ എന്നല്ല കേരളത്തിൽ ഒരു സ്ഥലത്തും അനുവദിക്കുകയില്ല എന്നുള്ള നിലക്ക് വലിയ പോരാട്ടം നടത്തിയ യുവജന സംഘടനകൾ പ്രവർത്തിക്കുന്ന നാടാണ് നമ്മുടെ നാട്. അങ്ങനെയുള്ള മാളുകൾക്ക് ഈ നാട്ടിൽ അവസരം നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വ്യാപാരികളും എന്നേ അവരുടെ വ്യാപാരം അവസാനിപ്പിച്ചു പോകേണ്ട സാഹചര്യം രൂപപ്പെടുമായിരുന്നു. ഈ നാട്ടിലെ വ്യാപാരികൾ, ചെറുകിട വ്യാപാരികൾ ഈ നാട്ടിൽ നിലനിൽക്കണം. എത്രയോ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതും എത്രയോ കുടുംബങ്ങൾ അവരുടെ ഉപജീവനം നിറവേറ്റുന്നതുമായ മേഖലയാണ്.
ആ മേഖലയെ അങ്ങനെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ പൊതുസമൂഹമെല്ലാം പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാം. വളരെ നിർധനരായ കുടുംബങ്ങൾക്ക് 10 ലക്ഷം കൊടുക്കുക എന്ന് പറയുന്നത് എത്ര മാതൃകാപരമായ പദ്ധതിയാണ്. ആ കുടുംബത്തിനുണ്ടാകുന്ന ആശ്വാസം ചെറുതല്ല. ആ നിലക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. അഴിയൂർ പഞ്ചായത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വളരെ ആദരവോടെ നോക്കിക്കാണുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനും പ്രവർത്തിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളായാലും പൊതുവായും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവരെല്ലാം വളരെ മാതൃകപരമായി പ്രവർത്തിക്കുകയാണ്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല നിലയിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കും. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി നടത്തപ്പെട്ട ധനസഹായം ഞാനും എൻ്റെ പാർട്ടിയും പൂർണ്ണമായി എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഇന്ന് ഈ ആശ്വാസ പദ്ധതി ഏറ്റുവാങ്ങിയിട്ടുള്ള 2 കുടുംബങ്ങൾ നമുക്കറിയാം. ഒന്ന് അഴിയൂരിലെ കഴിഞ്ഞ കുറേ കാലമായി അഴിയൂരിലെ വ്യാപാരി. എനിക്ക് ആ കുടുംബവുമായി എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഈ പ്രേമാട്ടൻ്റെ സഹോദരി അല്ലേച്ചിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ അത്രയും അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുടുംബമാണ്. അതുപോലെ തന്നെ രണ്ടാമത് ചോമ്പാലിലെ വ്യാപാരി, ചോമ്പാൽ ആവിക്കരയിലെ ഒരുപക്ഷെ എൻ്റെ അയൽവാസി എന്ന് തന്നെ പറയാം, സദാനന്ദൻ്റെ കുടുംബവുമാണ്. ഈ 2 കുടുംബങ്ങളും ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട് വ്യാപാരം നടത്തി ജീവിക്കാൻ ഏറെ പാടുപെടുന്ന 2 കുടുംബങ്ങളാണ്. അവർക്ക് ഇങ്ങനെ ഒരു ആശ്വാസം ലഭിക്കുന്നത് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ കോഴിക്കോട് ജില്ലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്ലാഘനീയമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതുപോലുള്ള പദ്ധതികൾ ജീവിതത്തിൻ്റെ താഴെത്തട്ടിലുള്ള വ്യാപാരികളായാലും മറ്റ് തൊഴിലാളി വിഭാഗങ്ങളായാലും എല്ലാം തന്നെ അവർക്ക് അർഹതപ്പെട്ട ഇത്തരത്തിലുള്ള ആശ്വാസ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഏറെ സന്തോഷിക്കാനുണ്ട്. ഈ പദ്ധതിക്ക്, ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഏകോപന സമിതി രൂപം കൊടുത്ത ആശ്വാസ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ പദ്ധതി എക്കാലവും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവിധ അഭിവാദ്യവും. ഇന്ന് വ്യാപാരി സമൂഹത്തിൽ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നുണ്ട്. സാധാരണക്കാരായ വ്യാപാരികൾക്ക് ധനസഹായം, മരണാനന്തര ധനസഹായം ഏൽപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ചടങ്ങ്. ഇത് തന്നെയായാലും നമ്മുടെ അഴിയൂർ പഞ്ചായത്തിലെ 2 കുടുംബങ്ങൾ അവരുടെ ഗൃഹനാഥനെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഈ സമയത്ത് ആ 2 കുടുംബങ്ങൾക്കും ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ വ്യാപാരി സമൂഹത്തിന് ആവിഷ്കരിക്കാൻ സാധിച്ചു. അത് ഒരു മാതൃകാപരമായ കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മറ്റ് പ്രസ്ഥാനങ്ങളും മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാവിധ ആൾക്കാർക്കും ഇത്തരം പദ്ധതികൾ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി മറ്റ് ഈ പദ്ധതിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി. ഒരു വലിയ കാര്യമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നമ്മുടെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ ഇവിടെ പറഞ്ഞു ഈ ക്ഷേമ പദ്ധതി, കുടുംബസഹായ പദ്ധതിക്ക് ഒപ്പരം തന്നെ ഹോസ്പിറ്റലൈസേഷൻ മൈത്ര ഹോസ്പിറ്റലുമായി അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വേദിയിലും വെച്ച് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു അത്യാവശ്യം മരുന്ന് വാങ്ങാനും അല്ലെങ്കിൽ ചായ കുടിക്കാനുള്ള ഒരു പെൻഷൻ സംവിധാനം കൂടി നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഈ വൈകിയ വേളയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ ജില്ലയിലാകമാനം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആശ്വാസ പദ്ധതി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശ്വാസ പദ്ധതി പല കുടുംബങ്ങൾക്കും ആശ്വാസമായി മാറിയ വാർത്തയാണ് നമ്മൾ കേൾക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ചികിത്സയൊക്കെ വലിയ ഭാരമായ കാലത്ത് പലപ്പോഴും പലരും വ്യാപാരികളടക്കം ഒരു ചികിത്സ നടത്തി അവരുടെ
ജീവിതം മുന്നോട്ട് പോയ സാഹചര്യത്തിൽ അവർ മരണപ്പെടുകയും ചെയ്യുമ്പോൾ പലപ്പോഴും കടക്കണിയിലാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് സമൂഹത്തിൽ പിടിച്ചു കഴിയുന്ന തരത്തിൽ അവർക്ക് ധനസഹായം നൽകാനുള്ള 10 ലക്ഷം രൂപ ധനസഹായം നൽകാനുള്ള ഈ പദ്ധതി മറ്റു ചില സംഘടനകൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി പൂർവാധികം ശക്തിയോടുകൂടി പോവുകയും വ്യാപാരികൾക്ക് നേരത്തെ പറഞ്ഞ മറ്റു ഹോസ്പിറ്റലുകളുമായി ടൈ ചെയ്തുകൊണ്ടുള്ള ആ പ്രവർത്തനം കൂടി സജീവമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ അഭിവാദ്യം നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കേരള. ഈ പദ്ധതിയെപ്പറ്റി മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും അർത്ഥപൂർണമായ ഒരു പേര് തന്നെയാണ് ആശ്വാസം എന്നതിലൂടെ ഇതിൻ്റെ സാരഥികൾ ഇതിന് നൽകിയിട്ടുള്ളത്. വർത്തമാന സമൂഹത്തിൽ ഒരു സംഘടിത ശക്തിക്കും കാഴ്ചവെക്കാൻ പറ്റാത്ത ഒരു ധനസഹായ പദ്ധതിയാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുഴുവൻ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ ഗുണഭോക്താക്കളായ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് അത് നികത്താനാവാത്ത നഷ്ടമാണെങ്കിലും ആ പ്രയാസങ്ങൾക്കിടയിലും ഒരു ആശ്വാസകിരണമായി മാറാൻ ഇത്തരം ആശ്വാസ പദ്ധതികൾക്കാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്, ജയ് STP. അകാലത്തിൽ നമ്മെ വിട്ട് പിരിഞ്ഞ 2 സഹോദരങ്ങളുടെ കുടുംബത്തിന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോഴിക്കോട് ജില്ലയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സഹായം കൊടുക്കുക എന്ന് പറഞ്ഞത് തന്നെ ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും അല്ലെ പ്രസ്ഥാനങ്ങളും തന്നെ ഈ ഒരു മേഖലയിലേക്ക് ഇത്രയധികം തുക കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു വ്യാപാരി വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടത്തിൽ തന്നെ വലിയ മാന്ദ്യം സൃഷ്ടിച്ചു പോരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് അവര് 50 രൂപയായാലും അതെത്രയായാലും അതിൻ്റെ ഒരു കൈകോർക്കൽ ഉണ്ടാകുന്നത് എന്ന് തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം ഞാൻ നാളെ വിട്ടുപിരിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ആശ്വാസം ഞാൻ ഇതുവരെ നിന്നിരുന്ന ആ സംഘടനയിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഒരു നേതൃത്വത്തിൻ്റെ ഗുണം തന്നെയാണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, സമയം വളരെ വൈകി. എല്ലാവിധ ആശംസകളും എല്ലാവിധ പൂച്ചെണ്ടുകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. വ്യാപാര വ്യവസായി ഏകോപന സമിതി ഈ മരണാനന്തര ധനസഹായം കഴിഞ്ഞ കുറച്ചു കാലമായി ഈ കേരളത്തിലെ വ്യാപാരി സമൂഹത്തെ അവർ അന്യാധീനപ്പെട്ടു പോകില്ല എന്ന ഒരു മനോഭാവത്തോടു കൂടി ഈ തരത്തിലുള്ളൊരു പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. ജീവിതത്തിൻ്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരി ഒടുവിൽ അവൻ കൊള്ളലാഭം എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുമ്പോഴും സർക്കാരിൻ്റെയോ മറ്റാരുടെയെങ്കിലും ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹകരണവും ലഭിക്കാതെ ഒറ്റപ്പെട്ട് ഒന്നുമല്ലാതെ മരിച്ചു പോകുന്ന ഒരു സാധാരണ കച്ചവടക്കാരൻ. അവൻ അങ്ങനെയല്ല. അവൻ സമൂഹത്തിൽ ചെയ്ത ത്യാഗപൂർണമായ പ്രവർത്തനം എഴുതിത്തള്ളേണ്ടതല്ല എന്ന് വ്യാപാരി സമൂഹം തന്നെ മനസ്സിലാക്കുകയും അതിന്റെ ഫലമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് ആശ്വാസം എന്ന് പറയുന്ന ഈ ഇൻഷുറൻസ് പദ്ധതി. ആ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വന്നതോടുകൂടി ഏതാണ്ട് 7,30,00,000 രൂപ ഈ വ്യാപാരി സമൂഹം അവരിൽ നിന്ന് തന്നെ ശേഖരിച്ചുകൊണ്ട് വ്യാപാരികൾക്ക് അവരുടെ കുടുംബത്തിന് വിതരണം ചെയ്തു കഴിഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ നിങ്ങളൊരംഗമായി മാറുമ്പോൾ സംഘടന നിങ്ങൾക്ക് തരുന്നത് മാതൃപരമായ പരിലാളനമാണ്. ഏതൊരു സംഘടനയ്ക്കും നിറവേറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള
അത്തരം പരിലാളനം നിങ്ങൾക്ക് ലഭിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലൂടെയാണ്. ഇത്തരത്തിലുള്ള പദ്ധതികൾ കേരള വ്യാപാരി വ്യവസായി നടപ്പിലാക്കുന്നത് ആശ്വാസ് പദ്ധതിയിലൂടെയാണ്. ഒരു വ്യക്തിക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും മരണശേഷമുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്വാസ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു വിവിധതരം പരിപാടികൾ സംഘടന ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായി അത്തരത്തിലുള്ള പരിപാടികൾ സംഘടന നടത്തുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് വ്യാപാരികളായ വ്യവസായികളായ നിങ്ങൾ ഓരോരുത്തരുടെയും സർവോപരി ബഹുജനങ്ങളുടെയും പിന്തുണ സംഘടനക്കുണ്ടായിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഉണ്ടായിരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയും ഈ പരിപാടിക്ക് മുഴുവൻ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി. നല്ലൊരു കാര്യമാണ് വ്യാപാരി സുഹൃത്തുക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്നത്. ആശ്വാസ് പദ്ധതി എന്നൊരു പദ്ധതി ഒരു വർഷമായിട്ടാണുള്ളൂ തുടക്കം കുറിച്ചിട്ട്. ആ ഒരു വർഷത്തിൽ തന്നെ 70 ലക്ഷത്തോളം രൂപ, 7 കോടി രൂപയോളം ഓരോ കുടുംബത്തിന് ധനസഹായമായി മരിച്ചവർക്കുള്ള കുടുംബത്തിന് സഹായിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്കറിയാം, വ്യാപാരി സുഹൃത്തുക്കളെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കോവിഡിന് ശേഷം അവരുടെ കച്ചവടമൊക്കെ വളരെ പ്രയാസത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ വ്യാപാരികൾ, നമുക്കറിയാം, നമ്മൾ എന്തൊരു കാര്യത്തിന് പോയാലും അവർ ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തന്നെ നമ്മളെ പൊതുസമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും മുന്നിട്ട് നിൽക്കുന്നൊരു ആളുകളാണ് നമ്മുടെ വ്യാപാരികൾ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെല്ലാവരും വളരെ പ്രയാസപ്പെട്ടൊരു ചടങ്ങാണെങ്കിലും നമുക്കറിയാം, ഇന്നിവിടെ 2 പേർക്കാണ് ഈ ഒരു ധനസഹായം കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ സമൂഹത്തിൽ തന്നെ മാതൃകയായൊരു സംഭവമാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കച്ചവടക്കാർ, അവരുടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് താങ്ങും തണലായി വ്യാപാരികൾ അവർക്കൊപ്പം നിൽക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഇതിന്റെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും അതേപോലെ തന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കച്ചവടക്കാരെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പരിപാടി അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.